ഇന്ത്യൻ ക്രിക്കറ്റിൽ നിന്ന് ഒരിക്കലും മായ്ക്കാൻ പറ്റാത്ത ഒരു നാമമാണ് യുവരാജ് സിംഗ്. ലോക ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച ലെഫ്റ്റ് ഹാൻഡഡ് ബാറ്റ്സ്മാൻ എന്ന് ഓസ്ട്രേലിയയിലെ ഇതിഹാസങ്ങളായ ഗിൽക്രിസ്റ്റ് അടക്കം വിശേഷിപ്പിച്ച താരമാണ് യുവരാജ് സിംഗ്. യുവരാജ് സിംഗിന്റെ പീക്ക് ടൈമിലെ ആ ഒരു റേഞ്ച് അന്നേ വരെ ഒരു ബാറ്റ്സ്മാനിലും ലോകം കണ്ടിട്ടില്ല. കളിക്കളത്തിൽ ഒരു യോദ്ധാവിൻ്റെ വീര്യത്തോടെ ബാറ്റ് കൊണ്ടും പന്ത് കൊണ്ടും എതിരാളികൾക്ക് എന്നും ഭീഷണി ഉയർത്തിയിരുന്ന യുവരാജ് സിംഗ് ഫീൽഡിങ്ങിലെ തൻ്റെ മിന്നും വേഗം കൊണ്ടും നമ്മളെ വിസ്മയിപ്പിച്ചിരുന്നു. 2007 അരങ്ങേറിയ T20 വേൾഡ് കപ്പും 2011 ODI വേൾഡ് കപ്പും ഇന്ത്യ കപ്പുയർത്താൻ കാരണം ഒറ്റ പേര് യുവരാജ് സിംഗ്. ഈ 2 ലോകകപ്പുകളിലും പ്ലെയർ ഓഫ് ദ സീരീസായി തിരഞ്ഞെടുക്കപ്പെട്ടതും യുവരാജ് സിംഗ് തന്നെയാണ്. ഏത് വമ്പൻ ടീമിനെതിരെയും യുവരാജ് സിംഗ് ഉണ്ടെങ്കിൽ ഇന്ത്യൻ ടീമിന് അതൊരു ആശ്വാസമായിരുന്നു. ഇങ്ങനെ ഇന്ത്യൻ ടീമിൻ്റെ നെടുന്തൂണായിരുന്ന യുവരാജ് സിംഗ് ക്യാൻസർ ബാധിതനായ ശേഷവും ഒരുപാട് മികച്ച ഇന്നിങ്സുകൾ അതെല്ലാം മറച്ചുവെച്ച് കാഴ്ചവെച്ചു എന്നുള്ളതാണ്. അതിനുശേഷം തൻ്റെ രോഗാവസ്ഥ മൂർച്ഛിക്കുന്ന ഘട്ടത്തിൽ കുറച്ച് ബ്രേക്ക് എടുത്ത് ഒരു കാലയളവ് കഴിഞ്ഞ് തിരിച്ചു വന്ന യുവരാജ് സിംഗ് വീണ്ടും ക്രിക്കറ്റിൽ സജീവമായെങ്കിലും മുൻപത്തെ പോലെ ഒരു മാസ്മരിക ഫോമിലേക്ക് എത്താൻ സാധിച്ചില്ല. എങ്കിലും ചില മികച്ച ഇന്നിങ്സുകൾ ആ ബാറ്റിൽ നിന്ന് പിറക്കുകയുണ്ടായി. അതിനുശേഷം വൈകാതെ തന്നെ വിരമിച്ച യുവരാജ് സിംഗ് ഇന്നും ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ യുവരാജാവായി തുടരുകയാണ്. ഇന്നത്തെ ഈ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് ഡിസംബർ 12 യുവരാജിൻ്റെ 43ാം ജന്മദിനമാണ്. 1981 ഡിസംബർ 12 കായിക പാരമ്പര്യമുള്ള ഒരു പഞ്ചാബി കുടുംബത്തിലാണ് യുവരാജ് സിംഗ് ജനിക്കുന്നത്. കായിക പാരമ്പര്യമുള്ള ഈ കുടുംബ പശ്ചാത്തലം തന്നെയാണ് യുവരാജ് സിംഗിൻ്റെ കായിക ജീവിതത്തെ കൂടുതൽ പരുവപ്പെടുത്തിയെടുക്കാൻ അദ്ദേഹത്തിനെ സഹായിച്ചത്. നേരിടുന്ന പന്ത് അതേത് ബോളറിൻ്റെ ആയാലും മാരക പ്രഹരശേഷിയോടെ ബൗണ്ടറി കടത്താനുള്ള യുവരാജ് സിംഗിൻ്റെ മികവ്, ആക്രമണോത്സുകത അതുവരെ നമ്മൾ വേറൊരു ബാറ്റ്സ്മാനിലും കണ്ടിട്ടില്ല. ഏത് ബാറ്റ്സ്മാനെയും കുഴയ്ക്കുന്ന ബോളുകളുമായി മികച്ച ഒരു ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നർ കൂടിയായിരുന്നു യുവരാജ് സിംഗ്. ലോകം കണ്ട ഏറ്റവും മികച്ച ഓൾറൗണ്ടർമാരിൽ ഒരാൾ. ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും മിഡിൽ ഓർഡറിൽ യുവരാജ് സിംഗ് ഉണ്ട് എന്നൊരു ധൈര്യം ഇന്ത്യക്ക് എന്നും മുതൽക്കൂട്ടായിരുന്നു. 90s കിഡ്സിന്റെ ചൈൽഡ്ഹുഡ് മനോഹരമാക്കാൻ ഒരുപാട് നൊസ്റ്റാൾജിക് മൊമെന്റ്സ് ക്രിക്കറ്റിൽ സമ്മാനിച്ച യുവരാജ് സിംഗിന്റെ ക്രിക്കറ്റ് ജീവിതത്തിലെ നിർണായക മുഹൂർത്തങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർ എന്നും ഓർത്തിരിക്കുന്ന ഒരു മത്സരമായിരുന്നു യുവരാജിന്റെ അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ അരങ്ങേറ്റ മത്സരം. 2000 നടന്ന ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ ഓസ്ട്രേലിയക്കെതിരെയായിരുന്നു യുവരാജിന്റെ ആദ്യത്തെ മത്സരം അരങ്ങേറിയത്. ഈ മത്സരത്തിൽ മറ്റു ബാറ്റ്സ്മാൻമാർ, അതായത് സച്ചിൻ അടക്കമുള്ള പ്രമുഖ ബാറ്റ്സ്മാൻമാർ പതറിയെങ്കിലും 80 പന്തിൽ നിന്ന് 84 റൺസ് സ്കോർ ചെയ്ത് യുവരാജ് സിംഗ് ഇന്ത്യയുടെ വിജയത്തിൽ നിർണായകമായ പങ്ക് വഹിക്കുകയായിരുന്നു. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ തുടക്കം. അന്ന് 20 റൺസിനാണ് ഇന്ത്യ മത്സരത്തിൽ ഓസ്ട്രേലിയയെ മലർത്തിയടിച്ചത്. അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ ഇങ്ങനെ ഒരു 1.5 വരവറിയിച്ച യുവരാജ് സിംഗ് പിന്നീട് 2002 ലോർഡ്സിൽ ഇംഗ്ലണ്ടിനെതിരെ നടന്ന നാറ്റ്വെറ്റ് സീരീസിൻ്റെ ഫൈനൽ മത്സരത്തിലാണ് ഇന്ത്യയെ ഞെട്ടിച്ചത്. അതൊരു നിർണായക മത്സരമായിരുന്നു. ഇംഗ്ലണ്ട് ഉയർത്തിയ 325 റൺസ് എന്ന കൂറ്റൻ വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യക്ക് ആദ്യ കുറച്ച് വിക്കറ്റുകൾ നഷ്ടമായെങ്കിലും യുവരാജ് സിംഗ് അപ്പോഴും പൊരുതി. 63 പന്തിൽ നിന്ന് 69 റൺസ് നേടി മുഹമ്മദ് കൈഫിനൊപ്പം മികച്ച പാർട്ട്ണർഷിപ്പ് പടുത്തുയർത്തി ഇന്ത്യയിലെ വിജയത്തിലേക്ക് നയിക്കാൻ മുന്നിൽ നിന്ന് തന്നെ പോരാടി. അന്നാണ് രാഹുൽ ഗാംഗുലി ജേഴ്സി അടക്കം അഴിച്ച് ആഘോഷിച്ച് ഒരു വലിയ വിവാദ നിമിഷമുണ്ടാക്കിയത്. ഇനി പറയാൻ പോകുന്നത് 90s കിഡ്സിന് മാത്രമല്ല, ഒരു ജനറേഷനിലുള്ളവർക്കും മറക്കാൻ കഴിയാത്ത ഒരു ക്രിക്കറ്റ് ചരിത്രമാണ്. ഓരോ ക്രിക്കറ്റ് ആരാധകനും രോമാഞ്ചം കൊള്ളിക്കുന്ന, മറക്കാനാവാത്ത യുവരാജിൻ്റെ കരിയറിലെ എക്കാലത്തെയും മികച്ച പ്രകടനം. 2007 പ്രഥമ T20 വേൾഡ് കപ്പ് ടൂർണമെൻറ്റ് പാകിസ്ഥാനെ തോൽപ്പിച്ച് ഇന്ത്യ കുട്ടി ക്രിക്കറ്റിൻ്റെ കന്നിക്കിരീടം സ്വന്തമാക്കിയപ്പോൾ ടൂർണമെൻറ്റിൻ്റെ താരമായത് യുവരാജ് സിംഗ് ആയിരുന്നു. അത് നമ്മളെല്ലാവർക്കും അറിയാം. ഈ ടൂർണമെൻറ്റിൽ ഇംഗ്ലണ്ടിനെതിരായ മത്സരത്തിൽ സ്റ്റുവർട്ട് ബ്രോഡിനെ ഒരു ഓവറിൽ 6 സിക്സ് പറത്തി ക്രിക്കറ്റ് ലോകത്തെ വിസ്മയിപ്പിച്ച, ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിൽ സ്വർണ്ണലിപികളാൽ തൻ്റെ ചരിത്രം എഴുതി ചേർത്ത ഇതിഹാസമാണ് യുവരാജ് സിംഗ്.
ആർക്കാണ് ഇത് മറക്കാൻ സാധിക്കുക? അന്ന് ഫ്ലിൻ്റ് ഓഫ് ആ മത്സരത്തിനിടയിൽ യുവരാജിനെ ഒന്ന് ചൊറിഞ്ഞതിന് കൊടുക്കേണ്ടി വന്ന വിലയായിരുന്നു പുതുമുഖ താരമായ സ്റ്റുവർട്ട് ബോർഡിന് കിട്ടിയ ആ 6 സിക്സറുകൾ. അതിനുശേഷം 2011 ക്രിക്കറ്റ് വേൾഡ് കപ്പിൻ്റെ താരവും യുവരാജ് സിംഗ് തന്നെയായിരുന്നു. 28 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യൻ ക്രിക്കറ്റ് ടീം 2ാമത് ലോകകപ്പ് ഉയർത്തുമ്പോൾ ഏറ്റവും നിർണായകമായത് ടൂർണമെൻറ്റിലെ യുവരാജ് സിംഗിൻ്റെ ഇന്നിങ്സുകളായിരുന്നു. ഇനിയാണ് യുവരാജ് സിംഗിൻ്റെ ജീവിതത്തിലെ നിർണായകമായ മറ്റൊരു ഘട്ടം കടന്നു വരുന്നത്. കരിയറിൻ്റെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുമ്പോഴാണ് യുവരാജ് സിംഗിന് ക്യാൻസർ സ്ഥിരീകരിക്കുന്നത്. 2011 ക്യാൻസർ സ്ഥിരീകരിച്ചതിന് ശേഷം യുവി കീമോതെറാപ്പിക്ക് വിധേയനായിത്തീർന്നു. ഇത് യുവിയുടെ കരിയറിനെയും സാരമായി ബാധിച്ചു. എന്നാൽ അതിനെയെല്ലാം മറികടന്ന് തരണം ചെയ്തുകൊണ്ട് തിരിച്ചു വന്ന യുവരാജിനെയാണ് പിന്നീട് ക്രിക്കറ്റ് ലോകം കണ്ടത്. തൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച ഇൻഡിവിജ്വൽ സ്കോറായ 150 റൺസ് 2017 ഇംഗ്ലണ്ടിനെതിരെ ഘട്ടക്കിൽ യുവി നേടിയത് ക്യാൻസറിനെ തോൽപ്പിച്ചുകൊണ്ടായിരുന്നു. അതായിരുന്നു യുവിയുടെ ഏറ്റവും മികച്ച കംബാക്ക്. പിന്നെ മറ്റൊരു കാര്യം എന്തെന്നാൽ യുവരാജ് സിംഗ് ഒരു മില്യണയറാണ്. ഏകദേശം 296 കോടി ആസ്തിയുള്ള യുവരാജ് സിംഗ് ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും സമ്പന്നനായ ക്രിക്കറ്റ് കളിക്കാരിൽ ഒരാളാണ്. ആഡംബര കാറുകൾ ഏറെ പ്രിയമുള്ള യുവരാജ് സിംഗിന് ഇതിൻ്റെ ഒരു കമനീയ ശേഖരം തന്നെയുണ്ട്. യുവരാജ് സിംഗിൻ്റെ ഈ 43ാം ബർത്ത്ഡേ ദിനത്തിൽ എന്താണ് ആസ്വാദകർക്ക് അദ്ദേഹത്തെക്കുറിച്ച് പറയാനുള്ളത്? നിങ്ങൾ കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച യുവരാജ് സിംഗിൻ്റെ ഇന്നിങ്സ് ഏതാണ്? കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ.